ഈ വീഡിയോ ഞാൻ നിങ്ങളെ വെറുതെ കാണിച്ചു എന്നുള്ളൂ. ഇത് നമ്മുടെ ഫസ്മീന സാക്കിർ. ഫസ്മീന സാക്കിറിനെ അറിയാത്തവർ കുറവായിരിക്കും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന രണ്ട് പേരാണ് രേണു സുധി ആൻഡ് ഫസ്മീന സാക്കിർ. ഫസ്മീന സാക്കിർ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് ഫസ്മീന സാക്കിറിൻ്റെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലൂബീനെ കുറിച്ച് തുരുരാ എന്നുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ലല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴീനെ പിടിച്ച് പൊരിക്കുകയായിരുന്നു ഫസ്മീന സാക്കിർ. അപ്പോൾ ആ വീഡിയോസിനെല്ലാം വമ്പൻ വ്യൂസാണ്. അങ്ങനെ ഫസ്മീന സാക്കിറിനെ പറ്റിച്ചിട്ട് പോയിട്ടുള്ള ലല്ലൂബിയിൽ നിന്നും തന്നെ കുറച്ച് പൈസ അല്ലെങ്കിൽ കുറച്ച് റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ലല്ലു കളത്തിലേക്ക് വരുന്നത്. അതായത് എപ്പോഴും ഫസ്മീന ലല്ലുവിനെ ഇട്ട് ഇങ്ങനെ വീഡിയോ ഇട്ട് റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ലല്ലുവിൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫസ്മീന സാക്കിർ, ലല്ലു, പിന്നെ സഫ, പിന്നെ മെഹനാസ്, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒടുവിൽ ഈ പറയുന്ന ലല്ലുവിലും ഫസ്മീനയിലും വന്ന് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ പറയുന്ന സഫയായിട്ട് നമ്മുടെ ഫസ്മീന കമ്പനി ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ ഇവർ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. അപ്പോൾ ഈ സോൾവ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലല്ലു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. അപ്പോൾ ലല്ലു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഇത്രയും നാളും നമ്മുടെ ഫസ്മീന ലല്ലുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതായത് ലല്ലു ഒരു കോഴിയാണ്, അത് സത്യമാണ്, കോഴിയാണ്, ലല്ലു ഒരു കോഴിയാണ്, ലല്ലു ഒരുപാട് അവിഹിതങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഫസ്മീന സാക്കിറിൻ്റെ സ്വന്തം സിസ്റ്റർ ഒരു ചെറിയൊരു റീലിട്ടു. ആ റീലിൻ്റെ ഇടയിൽ ഫസ്മീന സാക്കിറിൻ്റെ കുറച്ച് കുൽസിതങ്ങൾ, അതായത് ലല്ലു വന്നിട്ട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ സത്യമാണ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കുൽസിതങ്ങളുടെ ഒരു ഡയറി പൊക്കുകയുണ്ടായി. അത് ഫസ്മീന പൊക്കിയതല്ല, ലല്ലു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇൻ്റർവ്യൂവിൽ കാണിച്ചു. അതോടുകൂടി ഫസ്മീന സാക്കിർ ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഫസ്മീന സാക്കിർ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാതായി. ഈ ഡയറിയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അന്നേരം പള്ളു വിളിക്കും. അപ്പോൾ ഡയറിനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പോയി കേസ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഫസ്മീന സാക്കിർ പറയാൻ വേണ്ടി തുടങ്ങി. ഫസ്മീന സാക്കിർ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച ഡയറിനെ കുറിച്ച് ഇടുമെന്ന് പറഞ്ഞു, വീഡിയോ ഇടുമെന്ന് പറഞ്ഞു, എക്സ്പ്ലനേഷൻ ഇടുമെന്ന് പറഞ്ഞു. അത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. പക്ഷേ വെള്ളിയാഴ്ച പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ആരെങ്കിലും ഫസ്മീനോട് ഈ പറയുന്ന ഡയറിനെ കുറിച്ചോ അല്ലെങ്കിൽ ലല്ലു പറഞ്ഞ കാര്യത്തെക്കുറിച്ചോ ചോദിച്ചിട്ടുണ്ട്, അന്നേരം വിളിക്കും പാച്ച തെറി, എനിക്ക് പറയാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ ലൈഫ് ഓഫ് അനന്തു ഇങ്ങനെ നിരന്തരം ഫസ്മീനയോട് ചോദിക്കുകയാണ്, ഡയറീൻ്റെ കഥ എവിടെ, ഡയറീൻ്റെ എക്സ്പ്ലനേഷൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം ഫസ്മീന തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആദ്യം ഒന്ന് കരഞ്ഞു, പിന്നെ പള്ളു വിളിക്കാൻ വേണ്ടി തുടങ്ങി. കുട്ട എന്നുള്ള രീതിയിൽ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഡയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ട അതെനിക്ക് പറയാൻ സൗകര്യമില്ല, കുട്ട പറയാൻ പറ്റില്ല, കുട്ട അത് ഞാൻ പറയും കുട്ട എന്നുള്ള രീതിയിൽ ചോദിക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നാളും ഫസ്മീനൻ്റെ വീഡിയോസ് കണ്ട് ലല്ലുവിനെ ചീത്ത വിളിച്ച നമ്മളോട് ഫസ്മീനക്കെതിരെ വന്നിട്ടുള്ള ഈ പറയുന്ന ഡയറീൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എന്തിനാണ് ഫസ്മീന ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു മെഴുകുന്നത്, എന്തിനാണ് ഇങ്ങനെ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു? എന്തിനാണ് ആ ഡയറീനെ കുറിച്ച് ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇതേപോലെ ചോദിക്കാൻ വേണ്ടി നിൽക്കും? ഇല്ല, അതങ്ങോട്ട് പറഞ്ഞിട്ട് പോവുക, അത്രയല്ലേ ഉള്ളൂ. എന്താ പിന്നെ പറയാത്തേ? പറയാനൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അപ്പം അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ആ ഡയറിയിൽ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു ജയുമായി അടിപൊളി സെക്സ് നടന്നു എന്നുള്ള രീതിയിലും, പിന്നെ ജവാൻ, ജോയിൻ്റ് എന്നിവ ഉപയോഗിച്ചു എന്നും, ഇങ്ങനെയുള്ള ചില കുൽസിത പ്രവർത്തികൾ ഞാൻ ചെയ്തു എന്നും ഡയറിയിൽ എഴുതി വച്ചിരിക്കുകയായിരുന്നു ഫസ്മീന സാക്കിർ. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണോ അതോ ലല്ലുവിൻ്റെ നല്ല സമയമാണോ എന്നറിയില്ല. എന്നിരുന്നാലും ലല്ലു ഒരു കോഴിയാണ്, ലല്ലു ഒരു കൂതറയാണ്, അത് വേറെ കാര്യം. അത് നമ്മൾ മാറ്റി വെക്കുന്നു. ഓക്കെ, പക്ഷേ ഇത്രയും നാളും ഫസ്മീന ഭയങ്കര ഒരു പരിശുദ്ധാത്മാവായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഫസ്മീനയെ കുറിച്ച് ഇതേപോലെയുള്ള കോൺട്രവേഴ്സീസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ അലിക്സ് വരുന്ന സമയത്ത്
ഫസ്മീന അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരേണ്ടത് ഫസ്മീനേൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇത്രയും നാൾ 5-6 മാസമായിട്ട് ഈ പറയുന്ന ലല്ലുവിനെ വെച്ചിട്ട് വീഡിയോ ഇട്ട ആളല്ലേ. അപ്പോൾ ലല്ലു ഒരു കാര്യം പറയുമ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ട ഉത്തരവാദിത്വം ഫസ്മീനയ്ക്കില്ലേ? അത് ചോദിക്കുന്നത് ഒരു തെറ്റാണോ? അല്ലല്ലോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ലല്ലു IBIയോ അങ്ങനെ ഒരു ചാനലിൽ, യൂട്യൂബിലൊരു ചാനലിൽ ഒരു ചാറ്റ്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്മീനയാണെന്നൊന്നും ആരും പറയുന്നില്ല. അത് ലല്ലു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാറ്റാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചാറ്റാണെന്നാണ് ഫസ്മീന പറയുന്നത്. ആ ചാറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നേരത്തെ ആ ഒരു ഡയറിയിൽ കണ്ട ആ ജയുമായി ഫസ്മീന നടത്തിയെന്ന് ആരോപിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. ഓക്കെ, അത് ഫസ്മീനയാണെന്നുള്ളത് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തു ആണേലും പറഞ്ഞിട്ടില്ല, ഞാനാണേലും പറഞ്ഞിട്ടില്ല, ഇവിടെ ലോകത്തുള്ള ആരും പറഞ്ഞിട്ടില്ല. അത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആരോ പടച്ചു വിട്ട ഒരു ചാറ്റാണെന്ന് തന്നെയാണ് നമ്മളും ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ആ ഒരു ചാറ്റ് എടുത്ത് കഴിഞ്ഞ ദിവസം അനന്തു ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ എന്തു അതിനെതിരെ ആ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് കമൻ്റ് ഇട്ടു, അയ്യോ മച്ചാനെ ഇത് ഞാനല്ല മച്ചാനെ, ഇത് എഡിറ്റ് ചെയ്തിട്ടതാണ്, ലല്ലു എഡിറ്റ് ചെയ്തിട്ടതാണെന്നെല്ലാം പറഞ്ഞിട്ടു. അതിനുശേഷം നേരെ വിട്ടു ഇൻസ്റ്റാഗ്രാമിലേക്ക്. അവിടെ പോയി സ്റ്റോറി ഇട്ട് ഈ പറയുന്ന അനന്തു എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്നെക്കുറിച്ച് മോശം പറയുന്നു, ഇല്ലാത്ത ചാറ്റ് എടുത്തിട്ടിടുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് കരയുന്നു. ഇത്രയെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ? ആ ഒരു ഡയറി, ആ ഡയറീൻ്റെ പുറകിലുള്ള ഒരു കഥ, അല്ലെങ്കിൽ ആ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ സാരാംശം ഒന്ന് നാട്ടുകാരോട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഡെയിലി നമ്മുടെ ലല്ലുവിനെ കുറിച്ച് വീഡിയോ ഇട്ട ആളല്ലേ. ഇപ്പം എന്താ ഇടാത്തേ? ഇപ്പം എന്ത് പറ്റി ഇടാത്തേ? ഓ കിട്ടുന്നുണ്ടാവില്ല അല്ലേ കുട്ടാ, നെറ്റ് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഇതേപോലെ നമ്മൾ ഒരാളെക്കുറിച്ച് ഇങ്ങനെ വായി തോന്നിയതെല്ലാം പറയുമ്പോൾ, വായി തോന്നിയതല്ല, ലല്ലുവിനെ കുറിച്ച് പറഞ്ഞതൊന്നും തെറ്റാണെന്നോ അല്ലെങ്കിൽ അതൊക്കെ തെറ്റായ ആരോപണങ്ങളാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ലല്ലു വെറും കോഴി കൂതറ, അത് സമ്മതിച്ച്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു വരുമ്പം ചിലപ്പോൾ അവർ തിരിച്ചും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സമയത്ത് വായിൽ പഴവും വിഴുങ്ങിയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഓക്കെ, അപ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഡയറീൻ്റെ കാര്യം എന്തായി? ഇനി നമ്മളും ചോദിക്കും കേട്ടോ, ഡയറീൻ്റെ കാര്യം എന്തായി എന്നുള്ളത്. അപ്പോഴത്തേക്കും വന്നിട്ട് നമ്മളെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യമാണ്, ലല്ലു കോഴിയാണ്, ലല്ലു കൂതറയാണ്, അത് നമ്മൾ വിശ്വസിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളെക്കുറിച്ച്, അതായത് ഫസ്മീനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പം, തെളിവുകൾ നിരത്തി പറയുമ്പോൾ, അയ്യോ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞത് ലല്ലു അല്ല, അതായത് സ്വന്തം പെങ്ങളെടുത്തിട്ടുള്ള റീല്, ആ റീലിൽ നിന്നാണ് പൊക്കിയത് ഈ ഡയറീൻ്റെ കേസേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്ന് ഇത് ചോദിക്കുന്ന സമയത്ത് വന്നിട്ട് അതിൻ്റെ ആൻസർ പറയേണ്ട ഉത്തരവാദിത്വം ഫസ്മീനയ്ക്കില്ലേ? കാരണം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ. ഫസ്മീനേൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ നല്ല കോമഡിയാണ്. അതായത് ഫസ്മീനേൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് തന്നെ മുൻ ഭർത്താവായിട്ടുള്ള ലല്ലുവാണ്. ലല്ലുവിനെക്കുറിച്ചും ലല്ലുവിൻ്റെ അവിഹിതമായിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന സഫേനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഫുള്ള് ഈ പറയുന്ന യൂട്യൂബ് ചാനലുള്ളത്. അങ്ങനെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഐശ്വര്യം സഫയും ലല്ലു ആണെന്ന് എഴുതി വെക്കേണ്ട ആളാണ് ശരിക്കും ഫസ്മീന. ഓക്കെ, അങ്ങനെയുള്ള ആൾ വന്നിട്ട് തിരിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം മിണ്ടാട്ടം മുട്ടി, യൂട്യൂബ് പൂട്ടിയിട്ട് പോയി. ഓരോ ദിവസം ഓരോ ഇൻ്റർവ്യൂ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നും പറഞ്ഞ് പോയ ആളാണ്. ഡയറീനെക്കുറിച്ച് മാത്രം മിണ്ടുന്നില്ല. ഡയറീനെക്കുറിച്ച് മിണ്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് കുട്ടാ അത് പറയൂല, കുട്ടാ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് പറയണം, അത് പറഞ്ഞേ പറ്റൂ. കാരണം വെറുതെ അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള വീഡിയോസ് കണ്ട ആളുകളാണ് ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്നവർ. അപ്പോൾ അവർക്കത് കേൾക്കാനുള്ള, ആൻസർ കേൾക്കാനുള്ള യോഗ്യതയും അവകാശവും ഉണ്ട് എന്നുള്ള കാര്യം ഫസ്മീന സാക്കിർ ഉള്ള കാര്യം ഫസ്മീന സാക്കിർ മനസ്സിലാക്കുക. അപ്പം എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല. ഇപ്പോൾ അനന്തുവിനെ ചീത്ത വിളിച്ചു, ഈ പറയുന്ന വേറെ ആളുകളെ ചീത്ത വിളിക്കുന്നു, പിന്നെ ഇന്നലെ ഇട്ട സ്ക്രീൻഷോട്ടിൻ്റെ കഥയില്ലേ, അതൊന്നും നമ്മൾ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അത് ഫസ്മീന അല്ല എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. കാരണം
ഒരുപാട് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുള്ള ചാറ്റുകൾ വരുന്ന ഒരു കാലമാണല്ലോ ഇത്. അയ്യോ, അപ്പോൾ ഫസ്മീന ഇതേപോലെ ലല്ലുവിനെ കുറിച്ച് ഇട്ടതും ഇതേപോലെ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ചാറ്റ് ആയിരിക്കുമോ? അങ്ങനെയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലല്ലു കോഴിയാണ്, ലല്ലു കൂതരയാണ്, ഓക്കെ. പക്ഷേ ഫസ്മീന പറയും ചാറ്റൊക്കെ എഡിറ്റ് ഉള്ളതാണെന്ന്. അപ്പോൾ ഫസ്മീനയ്ക്ക് അറിയാം ചാറ്റൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഫസ്മീനയ്ക്ക് അറിയാം. ഓക്കെ, എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. നമ്മൾ ആരും ഈ പറയുന്ന ചാറ്റിനെ കുറിച്ച് ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഓക്കെ, പക്ഷെ ആ ഡയറീനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അതങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കോളാം. അത്രയല്ലേ ഉള്ളൂ. ആ ഡയറീനെ കുറിച്ചൊന്ന് പറ പ്ലീസ്. എന്തെങ്കിലും ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണമല്ലോ അല്ലേ, എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എഴുതി സെറ്റാക്കണ്ടേ ആ ഡയറീനെ കുറിച്ച്. ഓക്കെ ആക്കി. പക്ഷെ എന്നാലും ഇത്രയും ദിവസമൊക്കെ എടുക്കണം. ഒരു സിനിമയാക്കാൻ തന്നെ ഈ പറയുന്ന പോലെ ഒരാഴ്ചത്തെ ആവശ്യമില്ലല്ലോ ഈ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ പോലും. ഒരു ഡയറീൻ്റെ കാര്യമല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതിയിട്ട് അങ്ങോട്ട് പറ. അത് ഞാൻ എഴുതിയ ഡയറി അല്ല, അത് എല്ലാം എഴുതി വെച്ച ഡയറിയാണ്, അത് വീട്ടിൽ വെറുതെ ഞാൻ അറിയാണ്ട് ആ പേജിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറ്റി വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു വീഡിയോ ഇട്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലൈവ് വരുമ്പോഴും വേറെ വീഡിയോസ് ഇടുമ്പോഴും എല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് എന്തിനാണ് അങ്ങനെ വരുത്തിക്കാൻ വേണ്ടി നിൽക്കുന്നത്? അപ്പം എനിക്ക് ചോദിക്കാൻ എത്രയേ ഉള്ളൂ, ആ ഡയറിയിലുണ്ടായിരുന്ന കാര്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ എപ്പോഴാണ് വരിക? വേഗം സ്ക്രിപ്റ്റ് റെഡിയാക്കി ആ ഒരു എക്സ്പ്ലനേഷൻ കൂടി സോഷ്യൽ മീഡിയയിൽ ഇടണം. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വീഡിയോസ് എല്ലാം കുറവാണ്. അപ്പോൾ ഈ മാസത്തെ റവന്യൂ നമുക്ക് സെറ്റാക്കണ്ടല്ലേ? അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ഇടുവാണെങ്കിൽ ഈ പറയുന്ന അനന്തു ആണെങ്കിലും ഈ പറയുന്ന നമ്മളെപ്പോലുള്ള കൂതറകളാണെങ്കിലും മിണ്ടാണ്ട് പൊക്കോളും. ഇട് വേഗം ഇട്. ഏതാണ്? നമ്മുടെ ഡയറീൻ്റെ എക്സ്പ്ലനേഷൻ. ഏതായാലും നിങ്ങൾ സഫയും ഈ പറയുന്ന ഫസ്മീനൊക്കെ ഒന്നായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സഫയൊന്നും മിണ്ടിയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ പറയുന്ന കൂതറയായിട്ടുള്ള ലല്ലുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, വേറെ ആരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കറിയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ, ഡയറീൻ്റെ എക്സ്പ്ലനേഷൻ. ആ ഡയറീൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം മിണ്ടാണ്ട് പൊക്കോളാം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഡയറീനെ കുറിച്ച് അറിയാമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പോയി ചോദിക്കുക ഫസ്മീനത്തനോട്, കുട്ടനോട് പോയി ചോദിക്കുക. അപ്പോൾ ഏച്ചി പറയും ഡയറി ഇന്നതുപോലെയാണ് എന്നുള്ള സംഭവം. അപ്പോൾ ഏതായാലും ഡയറീൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ഇനി എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ആവോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം.